റെസിപ്പീസ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓട്ടടയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന്. ഞാനിവിടെ ഗോതമ്പ് പൊടി വെച്ചാണ് ഇതുണ്ടാക്കുന്നത്. ഇവിടെ ഞാൻ ഏകദേശം ഒരു 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് നമ്മൾ ഫില്ലിംഗ് ഇടുന്ന തേങ്ങയെ ചേർക്കാൻ വേണ്ടി ഒന്നുകിൽ പഞ്ചസാര, അതല്ലെങ്കിൽ നമുക്ക് ശർക്കര വേണമെങ്കിലും ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഏലക്കാപ്പൊടി, ഞാനിവിടെ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ നമുക്ക് കുഴയ്ക്കാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളം. ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ഇത് നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് മെയിനായിട്ട് വേണ്ടത് വാഴയിലയാണ്. ഞാനിവിടെ കുറച്ച് വാഴയില എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന്. ആദ്യം തന്നെ എടുത്തു വെച്ചിരിക്കുന്ന പൊടി ഒരു പാത്രത്തിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. അതിനുശേഷം നമ്മൾ കൈ വെച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പം ഈ ഉപ്പ് എല്ലാ ഭാഗത്തേക്കും നല്ല പോലെ പിടിക്കും. അതിനുശേഷം മാത്രമേ നമ്മൾ വെള്ളമൊഴിച്ച് കുഴയ്ക്കാവൂ. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നമ്മുടെ പൊടി നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിന് കുഴക്കുന്നതിനേക്കാൾ ഒന്നുകൂടെ ഒന്ന് ലൂസായിട്ട് വേണം നമ്മുടെ ഈ പൊടി ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി. ഈ ഒരു കൺസിസ്റ്റൻസി പരുവത്തി വേണം നമ്മുടെ മാവ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി. ഇനി നമുക്ക് ഈ മാവ് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഫില്ലിങ്ങിന് റെഡിയാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ ഞാനിപ്പോൾ ആദ്യം കാണിക്കുന്നത് പഞ്ചസാര വെച്ചുള്ള ഫില്ലിംഗ് ആണ്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയും അതുപോലെ തന്നെ ഏലക്കപ്പൊടിയും ചേർത്ത് നമുക്ക് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയാക്കാം. ഇനി ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ശർക്കര വെച്ചുള്ള ഫില്ലിംഗ് ആണ്. ഞാൻ ഇവിടെ എടുത്തു വെച്ചിരുന്ന ശർക്കര ചെറുതായിട്ട് പൊടിച്ചിരുന്നു. അതും നമ്മൾ എടുത്തു വെച്ചിരുന്ന ഏലക്കാപ്പൊടിയൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ശർക്കര വെച്ചുള്ള ഫില്ലിംഗ് കൂടെ തയ്യാറാക്കിയത്. ഒന്നുകിൽ ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര വെച്ച് നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കാം. ഇത് നല്ലപോലെ ഇളക്കി എല്ലാ ഭാഗത്തേക്കും യോജിപ്പിച്ച് നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയാക്കാം. ഇനി നമുക്ക് കുറച്ച് മാവെടുത്ത് വാഴയിലേക്കിട്ട് നമുക്കിത് നല്ല തിന്നായിട്ട് പരത്തിയെടുക്കാം. പരത്താൻ നേരത്ത് കുറച്ച് വെള്ളം കൂടെ എടുത്ത് നമ്മുടെ കയ്യിൽ തേക്കുമെന്നുണ്ടെങ്കിൽ നമ്മുടെ മാവ് കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. നന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. നമ്മുടെ കൈയുടെ വിരലുകൾ വെച്ച് ഇതുപോലെ തിന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാം. ഇപ്പം നമ്മുടെ മാവ് ഇലയിൽ നല്ല തിന്നായിട്ട് ഞാൻ ഇവിടെ പരത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പുറത്തേക്ക് കുറച്ച് ഫില്ലിങ് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ പഞ്ചസാരയുടെ ഫില്ലിംഗ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇലയുടെ ഒരു വശം കൊണ്ട് നമുക്കിത് സീൽ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇതുപോലെ തന്നെ അടുത്തത് നമുക്ക് ഇലയിലിങ്ങനെ പരത്തി ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം. ഇത് ഞാൻ ശർക്കര വെച്ചുള്ള ഫില്ലിംഗ് ആണ് ആഡ് ചെയ്യുന്നത്. ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ഫില്ലിങ് നമുക്ക് സ്പ്രെഡ് ചെയ്ത് നമുക്ക് ഇല സീൽ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഓട്ടട ചുട്ടെടുക്കാൻ വേണ്ടി ഒന്നുകിൽ ഒരു മൺപാത്രമോ അതല്ലെങ്കിൽ ഇതുപോലത്തെ പഴയ ഒരു പാത്രമോ ചൂടാക്കുക. എന്നിട്ട് നമ്മുടെ പാത്രം ഇപ്പോൾ ചൂടായിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് നമ്മുടെ ഇല ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഒരു ഭാഗം ഇട്ടതിന് ശേഷം നമുക്കൊരു പാത്രം വെച്ച് മൂടി വയ്ക്കാം. എന്നിട്ട് ഒരു സൈഡ് വെന്തതിന് ശേഷം അടുത്ത സൈഡും തിരിച്ചെടുത്ത് നമ്മൾ 2 സൈഡും ഒരുപോലെ പൊള്ളിച്ചെടുക്കണം. ഇതിനകത്ത് നമ്മൾ എണ്ണയൊന്നും ചേർക്കുന്നില്ല. ഇത് നമ്മൾ ഈ ഇല പൊള്ളിച്ചെടുക്കണം. ഈ മീനൊക്കെ പൊള്ളിക്കത്തില്ലേ എണ്ണ ചേർക്കാതെ, അതുപോലെ ഈ അപ്പവും അതുപോലെ ഇങ്ങനെ കരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഓട്ടട ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇത് നമുക്ക് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാലൻസ് ഇലകളും നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഓട്ടട ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊക്കെ ട്രൈ ചെയ്യുക. നല്ല ഡിഷാണിത്.
അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.